ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, ഈ കീമോൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കീമോ ചെയ്യുമ്പോൾ നമ്മൾ അധികം ലൈറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ റൂമിലെ ലൈറ്റൊക്കെ വളരെ ചെറുതായിട്ട് കുറച്ച് ആ മരുന്നൊക്കെ ഫോയിൽ പേപ്പർ കൊണ്ട് മൂടിയിട്ടൊക്കെയാണ് കീമോ ചെയ്യുക. ഫസ്റ്റ് ഈ കീമോ ചെയ്യുന്നതിന് മുൻപ് സ്റ്റെറോയിഡ് നമുക്ക് ചെയ്യും. ഇപ്പോൾ കീമോ ചെയ്യുന്നത് ഇതിലെ കൂടിയാണ് കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പിക്ക് ലൈൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കാവാഫിക്സ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്കതിൻ്റെ മെഡിക്കൽ വേർഡ്സൊന്നും എനിക്കറിയില്ല. അപ്പോൾ പിക്ക് ലൈൻ ഞാൻ ലൈറ്റ് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കീമോയിൻ്റെ ഫസ്റ്റ് മരുന്നിന് ആ ഒരു ബോട്ടിലിന് വെളിച്ചം അധികം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ആയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. ആദ്യത്തെ ഒരു കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒന്നും അറിയില്ലായിരുന്നു. എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഒരു നീണ്ട 31 ഡേയ്സ് നമ്മളങ്ങനെ ആ ഒരു കീമോ അതിൻ്റെ ഇതൊക്കെ ആയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് സെക്കൻഡ് കീമോൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ ഒരു മരുന്ന് 1 മണിക്കൂറാണ് കയറുക. ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്കൂറിലേ അത് തീരാൻ പാടുള്ളൂ. അത് തീർന്നു കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടാണ് നെക്സ്റ്റ് ബോട്ടിൽ കയറാൻ പോകുന്നത്. അങ്ങനെ 7+3 എന്ന് പറയുന്ന ഒരു കീമോൻ്റെ ചാർട്ടാണ് വരുന്നത്. അതായത് 3 മോഡൽ ഉള്ള മരുന്ന്. അതിൻ്റെ കളറ് റെഡാണ്. 7 ബോട്ടിൽ വൈറ്റും. അപ്പോൾ അതിങ്ങനെ ഇടവിട്ട് ഈ 3 ബോട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ചല്ല, ഈ ബോട്ടിൽ 1 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 hours വൈറ്റ് കളറുള്ള ആ ഒരു അതിൻ്റെ മരുന്നൊന്നിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്കത് ആ ഒരു വേർഡ്സൊക്കെ കുറച്ച് ടഫ് വേർഡ്സുകളാണ്. അപ്പോൾ ഇന്ന് കീമോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാരണം അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് രാവിലെയാണ്. പക്ഷേ അതെടുക്കാനൊക്കെ കുറച്ച് ഒരു സമയം എടുത്തു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ട് വേണം ഡോക്ടറെ ഏത് ഡോക്ടറാണോ കാണിക്കുന്നത് അവരെ ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ വരാൻ. അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പാടുപെടും. അപ്പോൾ ഇത് രണ്ടാമത് വന്നപ്പോൾ ഞങ്ങൾക്കിത് ബുക്ക് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ അഡ്മിറ്റഡ് ആയിട്ട് നമ്മളെ സമ്മറിയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇന്ന ഡേയ്സിൽ വരിക എന്നൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം അത് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. MVRൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഈ ഒരു ദിവസം നമ്മൾ വല്ലാതെ ടയേർഡായി പോകാനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ രാവിലെ എനിക്കൊരു ജസ്റ്റ് ഒരു ഭാഗ്യം കൊണ്ട് രാവിലെ ഡോക്ടറെ കാണാൻ പറ്റിയത് കൊണ്ടാണ് ഈ സമയത്ത് കീമോ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയത്. അഥവാ നമ്മളെ ബോഡി രണ്ടാമത്തെ കീമോയ്ക്ക് ഓക്കെ അല്ലെങ്കിൽ കൗണ്ടൊക്കെ കുറഞ്ഞ് ഓക്കെ അല്ലെങ്കിൽ രണ്ടാമത്തെ കീമോ സ്റ്റാർട്ട് ചെയ്യേയില്ല. കാരണം നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിട്ട് കൗണ്ട് കൂടി ബോഡി ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് കീമോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കീമോൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തു. വെളിച്ചമില്ലാത്തതിന് ആരും വിഷമിക്കേണ്ട. നമുക്ക് കീമോ ചെയ്യുമ്പോൾ അധികം വെളിച്ചം ഇടൂല, അല്ല ഈ മരുന്നിന് മാത്രം. ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.